നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൂടോത്രത്തിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിനൊപ്പം സ്വന്തം ഭവനത്തെയും കുടുംബാംഗങ്ങളെയും എങ്ങനെ സംരക്ഷിക്കാം എന്നുകൂടിയാണ്. ഇതിനായിട്ട് പണച്ചെലവ് ഒട്ടും തന്നെ ഇല്ല. സ്വന്തമായി ഭവനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇത് ആഭിചാരങ്ങൾക്കെതിരെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ക്രിയ ചെയ്യുന്നത്. ഈ ക്രിയ ഉപയോഗിച്ച് ആരെയും തിരിച്ച് തകർക്കാനോ പക പോക്കുവാനോ ഒന്നും ഉള്ളതിനല്ല. ഈ ക്രിയ ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾക്ക് ഇതിനായി വേണ്ടത് 5 നാണയത്തുട്ടുകളാണ്. ഈ നാണയത്തുട്ടുകൾ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചില്ല് ഗ്ലാസ്സിൽ നിറയെ പനിനീർ ഒഴിക്കുക. അതിനുശേഷം ഈ നാണയത്തുട്ടുകൾ അതിൽ നിക്ഷേപിക്കുക. തുടർന്ന് ശിവ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഈ ഗ്ലാസ് വയ്ക്കുക. അതിനുശേഷം ദിവസവും സൂര്യ ഉദയത്തിന് മുമ്പും സൂര്യ അസ്തമനത്തിന് ശേഷവും ഈ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഫോട്ടോയുടെ മുന്നിൽ ചെറിയ നിലവിളക്ക് വെച്ച് 3 തിരിയിട്ട് കത്തിച്ചതിന് ശേഷം ഓം നമ ശിവായ എന്ന മന്ത്രം മനസ്സ് ഏകാഗ്രമാക്കി 101 ആവർത്തി ഉരുവിടുക. ഈ ഓംകാരം ഉരുവിടുമ്പോൾ അത് നമ്മളുടെ നാഭിയിൽ നിന്നും ആ ശബ്ദം ആരംഭിച്ച് കണ്ഠനാളങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉദാഹരണമായിട്ട് നാം ഇവിടെ ഒന്ന് ആ മന്ത്രം ഉരുവിടാം. ഓം നമ ശിവായ. ഇങ്ങനെ ഈ മന്ത്രം 101 ആവർത്തി ഉരുവിടുക. വളരെ വ്രതശുദ്ധിയോടുകൂടി 21 ദിവസം ഇങ്ങനെ ചെയ്യണം. 21 ദിവസത്തിന് ശേഷം രാവിലെ സൂര്യകിരണം ഭൂമിയിലേക്ക് പതിക്കുന്ന സമയം നാണയത്തുട്ടുകൾ ജലത്തിൽ നിന്ന് പുറത്തെടുത്ത് ഒരു വൃത്തിയുള്ള പ്രതലത്തിൽ വയ്ക്കുക. ഗ്ലാസ്സിലിരുന്ന പനിനീര് വീടിന്റെ നാനാഭാഗത്തും തളിക്കുക. ശേഷം നാണയത്തുട്ടുകളുടെ മുകളിൽ കർപ്പൂരം വെച്ച് ആഴിപൂജ ചെയ്യുക. കുറച്ച് ഏറെ കർപ്പൂരം ഇടുന്നത് വളരെ നന്നായിരിക്കും. കർപ്പൂരം കത്തിത്തീരുന്നത് വരെ ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിടുക. നാണയത്തുട്ടുകളുടെ ചൂട് ആറിയ ശേഷം ഭവനത്തിന്റെ 4 മൂലയിലും മണ്ണിനടിയിൽ നാണയത്തുട്ടുകൾ കുഴിച്ചിടുക. 5ാമത്തെ നാണയം പ്രധാന വാതിലിന് മുമ്പിലായി കുഴിച്ചിടുക. ഇനി ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വീടിന്റെ 4 മൂലയില് ചെറിയ ചെടിച്ചട്ടി സ്ഥാപിക്കുകയും ആ മണ്ണിൽ ഈ നാണയത്തുട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്യാവുന്നതാണ്. പ്രധാന വാതിലിൽ ചെറിയ പട്ടിലോ മറ്റോ പൊതിഞ്ഞ് കെട്ടി സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രത്തിന്റെ പിറകിലായിട്ട് ഇത് സൂക്ഷിക്കാവുന്നതുമാണ്. ഈ നാണയത്തുട്ടുകൾ സൂക്ഷിക്കാവുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെയ്യുന്ന കർമ്മങ്ങള് വളരെ വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം. വളരെ വ്രതശുദ്ധിയോടുകൂടിയും അനുഷ്ഠാനങ്ങളോടുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭവനത്തിലേക്ക് ഒരിക്കലും ഒരു ദുർശക്തിയുടെ പ്രവേശനം ഉണ്ടാവില്ല. അത് തീർച്ചയാണ്. ഏതെങ്കിലും നീചശക്തികൾ നിങ്ങളുടെ ഭവനത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഭവനത്തിലുള്ള ആരെയെങ്കിലും കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ഒഴിഞ്ഞു പോകുന്നതാണ്. കൂടാതെ ധനം, സമാധാനം, ഐശ്വര്യം എല്ലാം കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഇത് കൂടോത്രം അല്ലെങ്കിൽ ഗൂഢശാസ്ത്രം ഏറ്റിട്ടില്ലാത്തവർക്കും ഒരു പൂജ എന്ന പോലെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഭവനരക്ഷാർത്ഥം ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ചെടികൾ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചാലും കൂടോത്രത്തിൽ നിന്നുമൊക്കെ മോചനം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഈ നെഗറ്റീവ് എനർജികളൊന്നും നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരില്ല. അതിനെക്കുറിച്ചുള്ള വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.